ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഓഫീസർ ആ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ ഒരു സ്ത്രീയുടെ പരിഭ്രാന്തമായ ശബ്ദം. സർ, ഒരു വെടിവെപ്പ്, ഒരു ടാക്സി ഡ്രൈവർ, വലിയൊരു ബ്ലോക്ക് സൗത്ത് ഓഫ് ചർച്ചിൽ. ജോണിന്റെ ഹൃദയം ഒരു നിമിഷം നിന്നു. എന്താണ് സംഭവിക്കുന്നത്? വ്യക്തമാക്കൂ. അദ്ദേഹം റോഡിൽ മരിച്ചു കിടക്കുന്നു സാർ. വെടിവെച്ചയാളെ ഞാൻ കണ്ടു. ഉടനടി പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് പാഞ്ഞു. അവർ എത്തുമ്പോൾ പോൾസ്റ്റെയിൻ എന്ന ടാക്സി ഡ്രൈവർ തന്റെ വാഹനത്തിന് സമീപം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിരുന്നു പോലീസുകാർ കണ്ടത്. നെറ്റിയിൽ വെടിയേറ്റ പാടുണ്ടായിരുന്നു. സംഭവം നടന്നതിന് സമീപം ചില കൗമാരക്കാർ ഒരു സംശയകരമായ രൂപം ഓടിപ്പോകുന്നത് കണ്ടതായി മൊഴി നൽകി. അവർ നൽകിയ വിവരങ്ങൾ വെച്ച് പ്രതിയുടെ ഏകദേശ രൂപം പോലീസ് രേഖപ്പെടുത്തി. പോൾസ്റ്റെയിന്റെ കൊലപാതകം ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായി കാലിഫോർണിയയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു പരമ്പര കൊലപാതകത്തിന്റെ തുടർച്ചയായിരുന്നു അത്. ഇതിനു മുമ്പ് നടന്ന അതേ രൂപത്തിൽ. വർഷം 1968 ഡിസംബർ 20, ലേക്ക് ഹെർമാൻ റോഡ്, വാലജോയിൽ വെച്ച്. രാത്രി വളരെ വൈകി മടങ്ങുകയായിരുന്ന ഡേവിഡ് ഫാൾഡേയും ബെറ്റി ലൂ ജെൻസനും വാലജോയിലെ വിജനമായ ലേക്ക് ഹെർമാൻ റോഡിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. ഒരു സാധാരണ കൊലപാതകമെന്ന് പോലീസ് ആദ്യം കരുതിയെങ്കിലും ഒരു വർഷത്തിനകം ഈ കേസ് ഒരു ഭീകരമായ സത്യത്തിന്റെ ആദ്യ സൂചനയാണെന്ന് അവർ മനസ്സിലാക്കി. 1969 ജൂലൈ 4, ബ്ലൂ റോക്ക് സ്പ്രിങ്സ് റോഡ്, വാലജോ. അതെ, 7 മാസങ്ങൾക്ക് ശേഷം മറ്റൊരു വെടിവെപ്പ്. ഡാർലിൻ ഫെറിൻ എന്ന യുവതി കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മൈക്ക് മഗാവുവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇത്തവണ വെടിവെച്ചതിനു ശേഷം കൊലയാളി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് താനാണ് ലേക്ക് ഹെർമാൻ റോഡിലെയും ബ്ലൂ റോക്ക് സ്പ്രിങ്സിലെയും കൊലപാതകിയെന്ന് സമ്മതിച്ചു. ഈ കോൾ പോലീസുകാരെ ഞെട്ടിച്ചു. കാരണം 1969 സെപ്റ്റംബർ 27 ലേക്ക് ബെറിസയിൽ നടന്ന സംഭവം പോലീസിന് മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ലേക്ക് ബെറിസയുടെ തീരത്ത് സമാധാനത്തോടെ ഇരിക്കുകയായിരുന്ന ബ്രയാൻ ഹാർട്ട്നെലിനെയും സിസിലിയ ഷെപ്പേർഡിനെയും ആരോ കത്തിയെടുത്ത് കുത്തിക്കൊലപ്പെടുത്തി. എന്നാൽ ബ്രയാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊലയാളി മുഖംമൂടി ധരിച്ചായിരുന്നു കൃത്യം നടത്താനെത്തിയത്. ആക്രമണം നടത്തുന്നതിനു മുമ്പ് കൊലയാളി തന്റെ ഐഡന്റിറ്റി സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്ന ഒരു കത്ത് വാഹനത്തിന്റെ ഡോറിൽ ഒട്ടിച്ചിരുന്നു. ബ്രയാൻ രക്ഷപ്പെട്ടെങ്കിലും സിസിലിയ മരണത്തിന് കീഴടങ്ങി. പോൾസ്റ്റെയിന്റെ കൊലപാതകത്തോടെ സാൻ ഫ്രാൻസിസ്കോ പോലീസ് ആകെ മാനം കിട്ടും. എങ്ങനെയെങ്കിലും ഇവനെ പിടിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലായി പോലീസുകാർ. ഈ കേസിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. സംഭവസ്ഥലത്തുനിന്ന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൊലയാളി ഉപേക്ഷിച്ചുപോയ രക്തം പുരണ്ട ഷർട്ടിന്റെ ഒരു ഭാഗമായിരുന്നു. ഇതിൽ അയാളുടെ വിരലടയാളങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദൃക്സാക്ഷി വിവരങ്ങൾ ശേഖരിച്ചു. പോൾസ്റ്റെയിന്റെ കൊലപാതകം കണ്ട കൗമാരക്കാർ നൽകിയ വിവരം വെച്ച് പ്രതിയുടെ ഏകദേശ രൂപം തയ്യാറാക്കി. പോൾസ്റ്റെയിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചു. ബ്ലൂ റോക്ക് സ്പ്രിങ്സ് കേസിലെ ഫോൺ കോൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൊലയാളി വിവിധ പത്രങ്ങൾക്കയച്ച കത്തുകൾ പോലീസിന് ഒരു തലവേദനയായി. ഈ കത്തുകളിൽ അയാൾ സ്വയം സോഡിയാക് എന്ന് വിശേഷിപ്പിച്ചു. ഭീഷണികളോടൊപ്പം ചില രഹസ്യ കോഡുകളും, അതായത് സൈഫറുകളും ഉണ്ടായിരുന്നു. ഈ സൈഫറുകൾ തന്റെ ഐഡന്റിറ്റിയോ തന്റെ അടുത്ത നീക്കങ്ങളോ സംബന്ധിച്ച സൂചനകൾ നൽകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതി. സോഡിയാക് കില്ലർ തന്റെ കത്തുകളിൽ പോലീസിനെയും പത്രങ്ങളെയും വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല എന്ന് അയാൾ ആവർത്തിച്ചു. ആദ്യത്തെ സൈഫർ പൊതുജനങ്ങളുടെ സഹായത്തോടെ ഡീകോഡ് ചെയ്തപ്പോൾ എനിക്ക് ആളുകളെ കൊല്ലാൻ ഇഷ്ടമാണ്, കാരണം അത് വളരെ രസകരമാണ് എന്ന സന്ദേശമാണ് ലഭിച്ചത്. ഇത് പോലീസിനെയും പൊതുജനങ്ങളെയും ഞെട്ടിച്ചു. അന്വേഷണത്തിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. കൊലപാതകങ്ങളുടെ പാറ്റേൺ, കത്തുകളിലെ ഭാഷ, സൈഫറുകൾ എന്നിവയെല്ലാം ഒരു ബുദ്ധിമാനായ എന്നാൽ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളാണ് പിന്നിലെന്ന് സൂചിപ്പിച്ചു. എന്നാൽ കൊലയാളി വളരെ സൂക്ഷ്മതയോടെയാണ് പ്രവർത്തിച്ചത്. എല്ലാ തെളിവുകളും അവ്യക്തമായിരുന്നു. വിരലടയാളങ്ങൾ ലഭിച്ചെങ്കിലും അവ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. FBI-യുടെ പ്രവേശനം, ഒരു പുതിയ പ്രതീക്ഷ. കേസിന്റെ ഗൗരവം മനസ്സിലാക്കി സാൻ ഫ്രാൻസിസ്കോ പോലീസ് കേസ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI കൈമാറി. FBI-യുടെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും കേസ് ഏറ്റെടുത്തു. FBI-യുടെ അന്വേഷണം കൂടുതൽ ആഴത്തിലായിരുന്നു. സംഭവസ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ തെളിവുകളും, പ്രത്യേകിച്ച് പോൾസ്റ്റെയിന്റെ ഷർട്ടിൽ നിന്ന് ലഭിച്ച രക്തക്കറയും വിരലടയാളങ്ങളും വിശദമായി വിശകലനം ചെയ്തു. സോഡിയാക് കില്ലറുടെ കത്തുകളിലെ ഭാഷയും എഴുത്തിന്റെ ശൈലിയും ഒരു പ്രത്യേകതരം വ്യക്തിത്വത്തെക്കുറിച്ച് സൂചന നൽകുമോ എന്ന് സൈക്കോളജിസ്റ്റുകളുടെയും ഭാഷാവിദഗ്ധരുടെയും സഹായത്തോടെ പഠിച്ചു. സൈഫർ ഡീകോഡിംഗ് ഈസ് ടു FBI-യുടെ സൈഫർ വിദഗ്ധർക്ക് സോഡിയാക് കില്ലറുടെ മറ്റ് സൈഫറുകൾ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് കേസിന്റെ നിഗൂഢത വർദ്ധിപ്പിച്ചു. ലഭ്യമായ വിവരങ്ങൾ വെച്ച് കൊലയാളിക്ക് ഒരു മാനസിക പ്രൊഫൈൽ തയ്യാറാക്കി. ഇയാൾക്ക് സമൂഹവുമായി നല്ല ബന്ധമില്ലാത്ത, ബുദ്ധിമാനായ, എന്നാൽ സാമൂഹിക വിരുദ്ധ മനോഭാവമുള്ള ഒരാളായിരിക്കാം എന്ന് അവർ ഊഹിച്ചു. 100 കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. പലരും സംശയത്തിന്റെ നിഴലിലായി.
ആർതർ ലീ അലൻ എന്നൊരാൾ FBI-യുടെ പ്രധാന സംശയഭജനായിരുന്നു. ഇയാൾക്ക് സോഡിയാക് കില്ലറുടെ കൈയക്ഷരവുമായി സാമ്യമുണ്ടായിരുന്നു. കൂടാതെ ഇയാളുടെ ജീവിതരീതിയും കൊലപാതക രീതികളും ചില സാമ്യങ്ങൾ കാണിച്ചു. പക്ഷേ മതിയായ തെളിവുകളുടെ അഭാവം മൂലം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. 1970കളുടെ മധ്യത്തോടെ സോഡിയാക് കില്ലറുടെ കത്തുകളും ആക്രമണങ്ങളും പൂർണ്ണമായും നിലച്ചു. അയാൾ എവിടെ പോയി? മരിച്ചതാണോ? ജയിലിൽ അകപ്പെട്ടതാണോ? ആർക്കും അറിയില്ല. സോഡിയാക് കില്ലറുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. ഈ കേസിനെ കൂടുതൽ നിഗൂഢമാക്കുന്ന ചില ചോദ്യങ്ങൾ: എന്തായിരുന്നു അയാളുടെ കൊലപാതകങ്ങളുടെ യഥാർത്ഥ പ്രേരണ? വെറും വിനോദത്തിനു വേണ്ടിയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? കമന്റ് ചെയ്യൂ.